ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് മാക്രോണി ഉണ്ടാക്കിയാലോ? അതിനായി നമ്മളിവിടെ 1 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും ലേശം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലേശം ഓയിലൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. നമുക്കിത് ഇനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളമൊക്കെ നന്നായിട്ട് തോർന്ന് വരാൻ വേണ്ടി നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. ഇതൊന്ന് തോർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായി നമ്മൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള, തക്കാളി ഇവ എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള, തക്കാളി ഇവ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സബോള ഇട്ടു. സബോള ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. മാക്രോണി വേവിച്ചപ്പോൾ നമുക്ക് അതിനാവശ്യമായ ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർത്തിരുന്നു. ഇത് ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികളും കൂടി ചേർക്കാം. ഒത്തിരി നിറം മാറുന്നവരെ നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് വഴന്നു വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടായി വരണം. പൊടികളെല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഈ അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ച മാക്രോണി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മുളക് പൊടി, പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് ലേശം കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി മസാലപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു ലേശം മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടി നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈലിൽ മാക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും ചേർത്ത് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി കാണാം എന്ന പ്രതീക്ഷയോടെ